ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള 2 ഡ്രസ്സിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പേ 2 ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. ഇങ്ങനൊരു പാർസലായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. 2 ഡ്രസ്സ് ഇതിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കൊറിയറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് നോക്കുന്നൊരു സ്വഭാവമുണ്ട്. എല്ലാം ഞാനൊരു സമാധാനം കിട്ടൂല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് 2 ഡ്രസ്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കോഡ്സാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഷോളും ടോപ്പും അതുപോലെ പാൻറ്റ് വരുന്ന 3 പീസാണ്. ഇത് 2 പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 പീസിൻ്റെത് ആദ്യം നോക്കാം. 2 പീസിൻ്റെത് ഇവിടെ ഒരു കാർഡ്സ് പോലും കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു കാർഡുണ്ട്, ഇതൊരു ഗിഫ്റ്റ് കാർഡാണ്. ഇതെന്ന് പറയുന്നത് ഒരു 50 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ക്യാഷ് ബാക്കായിട്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓർഡർ ചെയ്ത് ഒരു 7 ദിവസത്തിന് ശേഷമാണ് നമുക്ക് കിട്ടുകയെന്ന് പറയുന്നുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇതിലിങ്ങനെ ഒരു കാർഡ് കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ആ കാർഡ് ഉള്ളത്. ഇത് കണ്ടില്ലേ, 50 രൂപയുടെ ക്യാഷ് ബാക്കാണ് കിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ആ ഒരു 2 പീസ് സെറ്റ്. നമുക്ക് ഇത് ഓരോന്നും നോക്കാം. ഇത് പാൻസാണ്, ഇത് ടോപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ടോപ്പ് നോക്കാം. ടോപ്പ് വന്നിട്ട് ഒരു ചൈനീസ് കോളർ ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചൈനീസ് കോളർ എന്നല്ലേ ഇതിന് പറയുക. ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബട്ടൺ ഓപ്പൺ ആയത പോലെ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ബാക്കി ഇവിടെയൊക്കെ ബട്ടൺ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊന്നും ഓപ്പൺ അല്ല. പിന്നെ ഈ ഒരു ലാസ്റ്റ് എൻഡ് പോർഷനിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലും നമുക്ക് ആ ഒരു ഓപ്പണിങ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. നല്ല അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. 3/4 ആണ്. ഒരു ഏകദേശം ഇത്രയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അലക്കി കഴിഞ്ഞാലൊന്നും ആവില്ല എന്നാണ് തോന്നുന്നത് ഈ മെറ്റീരിയലൊക്കെ കണ്ടിട്ട് കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്താലൊന്നും ആവില്ല. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു 200 സംതിങ് ആ റേറ്റിനാണ് കേട്ടോ. ഒരു 300 അടുപ്പിച്ചിട്ടുള്ള ആ റേറ്റിങ്ങിനാണ് എടുത്തിട്ടുള്ളത്. അത് UPI ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടും, അത്രയേ ഉള്ളൂ. UPI ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ ആ ഒരു ലെങ്ത്തും നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഇതിൻ്റെ കളറ് വരുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ ചിക്കും കൂടെ കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കു കളർ തന്നെയല്ലേ? ചിക്കു കളറും കൂടെ ഉള്ള ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു പാൻറ് നോക്കാം. പാൻറ് വരുന്നത് അലാസ്റ്റിക്കാണ് കേട്ടോ. അരഭാഗം വരുന്നത് അലാസ്റ്റിക്കാണ്. നല്ല സ്ട്രെച്ചബിളാണ്. നല്ല ലൂസായിട്ട് കിടക്കുന്ന ബോട്ടാണ് കേട്ടോ. പലാസോ ടൈപ്പാണ് വരുന്നത്. നല്ല ലൂസുണ്ട്, അത്യാവശ്യം നല്ല ലൂസുണ്ട് കേട്ടോ. എൻ്റെ പോർഷന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ സംഭവം കേട്ടോ. അത് ആ ടോപ്പിലുള്ള അതേ സെയിം പ്രിൻറ്റും കളറും കാര്യങ്ങളൊക്കെ സെയിം ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണല്ലോ കോഡ്സ് എന്ന് പറയുന്നത്. സെയിം അത് തന്നെയാണ് കേട്ടോ വരിക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത് XXL സൈസിലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് XL സൈസിലാണ്. ഇതിൻ്റെ പാൻറ്റ് നോക്കുമ്പോൾ XL സൈസിൽ എനിക്ക് പാകമാണ് കേട്ടോ. ടോപ്പും പാകമാണ്, പക്ഷെങ്കിൽ എനിക്ക് സൈസ് കുറച്ചൊരു കുറവുണ്ട്. സൈസ് ഒരു എന്താ പറയുക, കറക്റ്റ് ബോഡിയോട് ഒട്ടിച്ചേരുന്ന ആ ഒരു രീതിയിലാണ് എനിക്കുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് ചൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ അഥവാ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൈസ് ഏതായാലും ഇത് ഓക്കെ അല്ലാത്തത് കൊണ്ട് ഞാനിത് റിട്ടേൺ അടിക്കും എന്തായാലും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ എൻ്റെത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെയും സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. നമ്മൾ നേരിട്ട് നോക്കിയിട്ട് സംസാരിക്കാനാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു പ്രശ്നമൊക്കെ നിങ്ങൾ എന്താ പറയുക ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ആ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ഒരു 2 പീസ് സെറ്റിൻ്റെ. ഇനി നമുക്ക് 3 പീസ് സെറ്റ് നോക്കിയാലോ. 3 പീസ് സെറ്റ് വരുന്നത് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു 500 സംതിങ് ആ ഒരു റേറ്റിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 550 അങ്ങാണ്ടാണ് ഉള്ളത് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. UP എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറയും. ഒരു 500 ഏതാണ്ട് ഒരു 20 അങ്ങനെ 520 ആ ഒരു റേറ്റിങ്ങിനൊക്കെ കിട്ടുള്ളൂ. നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. പാൻറ്റും ടോപ്പും കൂടെ ഈ ഒരു കവറിലാണ് എനിക്ക് വന്നത്. പിന്നെ അതിൻ്റെ ഷോള് ഇങ്ങനെ സെപ്പറേറ്റും ഒരു കവറിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഒരു ടോപ്പും പാൻറ്റും കൂടെ നോക്കാം. ഇത് ഞാൻ XXL തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് XL ഓർഡർ ചെയ്താലും കറക്റ്റ് പാകമായിരിക്കും. കാരണം സൈഡ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് അനാർക്കലി മോഡൽ ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സൈസ് ഫിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, XXL എനിക്ക് ഇതിൽ ലേശം ഒരു ലൂസുള്ള പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ പാൻറ്റും ഇതാണ് കേട്ടോ. ഷോള് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോപ്പ് നോക്കാം. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. വർക്ക് വരുന്നത് ഒരു സീക്വൻസ് വർക്കാന്ന് തോന്നുന്നു അല്ലേ. സീക്വൻസ് വർക്കിൻ്റെ ആ ഒരു വർക്കാണിത് ഫുള്ളായിട്ട് ഇവിടെ അങ്ങനെ പോയിട്ടുള്ളത്. നെക്ക് പോർഷനിൽ ഇങ്ങനെ ഇവിടെ ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. പക്ഷേ ഇത്രയും ഇറക്കമില്ല കേട്ടോ. ഇവിടെ ഒരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര ഇറക്കമുള്ളൂ. കഴുത്ത് നല്ല ഇറക്കവും എന്താ പറയുക ഓവറായിട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലൊന്നുമില്ല. നമുക്ക് പാകം ആ ഒരു എന്താ പറയുക നെക്ക് ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ കേട്ടോ. പിന്നെ വരുന്നത് 3/4 സ്ലീവാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബോഡി പോർഷൻ മൊത്തം നമുക്ക് എന്താണ് ഇതുപോലുള്ള ഡോട്ട് പോലെയുള്ള ഒരു ഡിസൈൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു എന്താ പറയുക ഒരു ഫ്ലവറും അല്ല സ്റ്റാറും അല്ല, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ പൊട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ബോഡി പോർഷൻ മൊത്തം അതാണ് കേട്ടോ ഡിസൈൻ ഉള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് പോർഷനും ഇങ്ങനെയാണുള്ളത്. ഓക്കെ, കാണുന്നില്ലേ? അപ്പം ഇങ്ങനെയാണ് ബോഡി പോർഷൻ. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഞൊറി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഞൊറി പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടേജിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഓപ്പണിംഗ് ഒന്നുമില്ല കേട്ടോ. ഫുള്ള് ഒരു അനാർക്കലി ടൈപ്പിലാണ് പോയിട്ടുള്ളത്. അത്യാവശ്യം എന്താണ് കാഫ് ലെങ്ത്ത് ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ബോട്ടം പോർഷൻ നോക്കാം. പാൻറ്റ് വരുന്നത് നമുക്ക് അലാസ്റ്റിക് ആണ് കേട്ടോ. ഇലാസ്റ്റിക് ആണ് വരുന്നത്. സ്ട്രെച്ചബിൾ തന്നെയാണ്. പിന്നെ ഇതിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് പ്ലെയിൻ ആണ് കേട്ടോ. ലൂസായിട്ട് കിടക്കുന്ന ഒരു പലാസോ പോലെയുള്ള ഒരു പാൻറ്റാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു അറ്റഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ലൂസായിട്ട് കിടക്കുന്ന തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ടോപ്പായാലും എന്താണ് പാൻസ് ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു ഷോളിലോട്ട് പോവാം. ഷോളും എനിക്ക് ഇതേപോലെ ഒരു കവറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു ഷോള് വരുന്നത് കേട്ടോ. ഷോള് നമുക്ക് ഈ ഒരു രീതിയിലാണ് ഷോളുള്ളത്. നല്ല ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഷോള്. ഷോളിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതിൽ കൂടെ അങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇതെന്താന്ന് ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഷോളാണ്.
നല്ല ഷോളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു 3-piece സെറ്റിൻ്റെ റിവ്യൂ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ബയോയിലും ഒക്കെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. കുർത്ത സെറ്റിൻ്റെ മാത്രമല്ല നമ്മുടെ കോഡ് സെറ്റിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫീഡ്ബാക്കുകളൊന്നും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ ആ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്. അതും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.